ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. അപ്പം എനിക്ക് കുറേ പേര് ഇപ്പം ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ എല്ലാ ഇതിനും റിപ്ലൈ തരുന്നുണ്ട്. പിന്നെ ഞാൻ ചിലത് പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന്. കാരണം അത് ഒരു 1 വേർഡ് സെൻറ്റൻസിൽ പറയാൻ ഒക്കത്തില്ല. ഒരു 2 മിനിറ്റെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടി വരും. അപ്പോൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ പേര് അഞ്ജു. അറിയത്തില്ലാത്തവർക്ക് ഞാനിപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അപ്പം എനിക്ക് വന്നിട്ടുള്ള കുറേ പേര് ചോദിച്ച ഒരു ക്വസ്റ്റനാണ്, ഞാൻ എങ്ങനെയാണ് US വന്നതെന്ന്. അപ്പം ഞാൻ US വന്നത് 2017 നാട്ടിൽ നിന്ന് ആയിരുന്നു. നാട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് US വന്നത്, അതാണല്ലോ ക്വസ്റ്റ്യൻ. ഇപ്പം കാണിച്ചത് വേണ്ടേ, ഇതാണ് ആ സാധനം. ഞാൻ എങ്ങനെയാണ് US വന്നതെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നു, എൻ്റെ കൂട്ടത്തിലുള്ളവർ. അപ്പൊ ഇതാണ് അതിന്റെ റീസൺ. പ്രിയപ്പെട്ട, നമ്മളെ ജീവിതത്തിൽ എല്ലാരും ഒരു മിസ്റ്റേക്സ് ഡിസിഷൻസ് എടുക്കും. അതുപോലത്തെ ഒരു ഡിസിഷൻസ് ഞാൻ എടുത്തു. അതല്ല, ഞാൻ ദേവിനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദേവിനെ കല്യാണം കഴിച്ചതുകൊണ്ടല്ല, ഞാൻ ദേവിനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഞാൻ US എത്തിപ്പെട്ടത്. അപ്പം ദേവിന് എന്തെങ്കിലും പറയാനുണ്ടോ? നിന്നെ കുറിച്ച് പറയൂ. ഇതാണ് എന്റെ ഹസ്ബൻഡ് ദേവ്. My name is Dave Mohanan. I am the owner. ഞാൻ ആണ് ഈ ചാനലിന്റെ ഓണർ ആൻഡ് പ്രൊഡ്യൂസർ ആൻഡ് ഫൈനാൻസർ. പക്ഷെ ഒരു മായും കിട്ടിയിട്ടില്ല ഈ ചാനല്. ഒരു സബ്സ്ക്രൈബും ചെയ്യല്ലേ, എല്ലാവരും ഡിലീറ്റ് ചെയ്യും ഈ ചാനൽ. ഇത് ഭയങ്കര ഞാൻ നിങ്ങൾക്ക് നല്ല ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്നത്. ഞാൻ ഇനി ഒത്തിരി നഴ്സിംഗ് ഇൻഫർമേഷൻ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അല്ല, സീരിയസ്ലി ഭയങ്കര ഹാർഡ് എഫക്റ്റ് ലാറ് വർക്കാണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ ലാറ് ഇൻഫർമേഷൻ ഉണ്ട്. കുറേ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ നഴ്സിംഗിലും പിന്നെ എങ്ങനെ നമ്മൾ അവിടെ എത്തിയതും ഇമിഗ്രേഷനും സോ മെനി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് എല്ലാം ചെയ്ത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ചാനൽ. She's helping everybody out. Any questions? If I can answer any questions about the process, ഞാൻ ആൻസർ ചെയ്യാം. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എനിക്ക് പോയി എന്താ ചെയ്യണം, എങ്ങനെയാണ്? അതായത് ദേവ് ഓൾറെഡി US സിറ്റിസൺ ആണ്. അപ്പൊ ദേവ് ഇവിടെ ലിവ് ചെയ്യുന്ന ആളാണ്. അപ്പം ദേവ് എന്നെ കല്യാണം കഴിച്ചപ്പം എനിക്ക് സ്പൗസ് വിസ കിട്ടി. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് എന്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് സ്പൗസ് വിസയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ വിസയിലാണ് ഇവിടെ വന്നത്. അല്ലാതെ ഈ നഴ്സിംഗ് ത്രൂ അല്ല വന്നത്. അല്ല, ആ വിസന് വേറെ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം. ഞാൻ എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിച്ചതിനുള്ള ഉത്തരവാണ്. ഞാൻ സ്പൗസ് വിസയിലാണ് വന്നത്. അപ്പൊ സ്പൗസ് വിസ വരുമ്പം ഇനി നീ നിൽക്കണമെന്നില്ല, വേണമെങ്കിൽ പോകും. എനിക്ക് ആക്ച്വൽ ജോലിയുണ്ട്, എനിക്ക് പണിയുണ്ട്. ഞാൻ പിന്നെ കാണാം. ഓക്കെ, ഞാൻ ആധികാരികമായി അതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഞാൻ ദേവിനെ പറഞ്ഞു വിട്ടു. കാരണം ദേവിനെ ഞാൻ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യുക, ഒന്ന് വരണമെന്ന് പറഞ്ഞ് കിച്ചൻ്റെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ദേവ് അതെല്ലാം പോയിട്ടോ. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം, ദേവ് സിറ്റിസൺ ആയിരുന്നു. അപ്പോൾ സിറ്റിസൺ ആയ ഒരാളെ ഞാൻ കല്യാണം കഴിച്ചത് കാരണം എനിക്ക് സ്പൗസ് വിസ കിട്ടി. ആ സ്പൗസ് വിസയിൽ ഇങ്ങോട്ട് വരാൻ പറ്റി. അപ്പോൾ സ്പൗസ് വിസയിൽ ഞാൻ വന്ന കാരണം എനിക്ക് നാട്ടിൽ നിന്ന് IELTS വേണ്ട, NCLEX വേണ്ട, അങ്ങനത്തെ ഒരു സംഭവങ്ങളും വേണ്ട. അതിൻ്റെ വേറൊരു കാര്യം, ഞാനിപ്പോൾ നേഴ്സ് അല്ലെങ്കിലും എനിക്ക് ഏത് പ്രൊഫഷനിലുള്ള ആളാണെങ്കിലും എന്നെ ഇങ്ങോട്ടേക്ക് സ്പൗസ് വിസയിൽ കൊണ്ടുവരാം. സ്പൗസ് വിസ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരിതാണ്. അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് NCLEX പാസ്സായത്. എനിക്ക് ഇവിടെ വന്ന് എഴുതിയാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി ഇവിടുത്തെ ഗ്രീൻ കാർഡ് ഹോൾഡറാണ്. അപ്പം അതിനെക്കുറിച്ച് 2 സെൻറ്റൻസ് പറയാവേ. കല്യാണം കഴിച്ചിട്ടേ, അതായത് നാട്ടിൽ നിന്ന് ഇപ്പം ഞാൻ സിറ്റിസൺ ആയ ഒരാളെ കല്യാണം കഴിച്ചു. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ദേവ് ഇവിടത്തേക്ക് എൻ്റെ ഇങ്ങോട്ടേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് 1.5 years എടുത്തു. ഞാൻ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ US അപ്പം ഇപ്പം നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു പ്രോസസ്സിങ് ഒക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ 2 വർഷം കഴിഞ്ഞിട്ട് എത്തുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഗ്രീൻ കാർഡ് എന്ന് പറയുന്നത് 10 year വാലിഡ് ആയിരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 1.5 വർഷത്തിന് ഉള്ളിൽ ഇവിടെ എത്തിയല്ലോ. അപ്പം അത് ആ കിട്ടിയ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൺ കണ്ടീഷൻ അങ്ങനെ സംതിങ്. അതായത് ആ ഒരു ഇത് 2 years മാത്രമേ വാലിഡ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടെ റീഅപ്ലൈ ചെയ്ത് പിന്നെ ഒരു കണ്ടീഷൻസ് മാറ്റുന്ന ഒരു
ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കാർഡ് കിട്ടും. അതാണ് 10 ഇയറിലേക്ക് വാലിഡ് ആയിട്ടുള്ളത്. ആ ഒരു വീഡിയോ ഞാൻ ആ ഗ്രീൻ കാർഡിൻ്റെ ഇൻ്റർവ്യൂവിന് പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അകത്തുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രീൻ കാർഡ് 10 ഇയർ വാലിഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ എത്തിയിട്ട് നിങ്ങൾ സിറ്റിസൺ, നിങ്ങൾക്ക് ആ ഗ്രീൻ കാർഡ് ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് 5 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് സിറ്റിസൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ദൈവം എൻ്റെ സിറ്റിസൺഷിപ്പിൻ്റെ അതെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 2017 ഒക്ടോബറിലാണ് ഇവിടെ വന്നത്. 2022 സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോഴേക്കും ഞാൻ സിറ്റിസൺ ആയി. കറക്റ്റ് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സിറ്റിസൺ ആവാം. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ ഇതിൻ്റെ കൂടെ കേട്ടോ. നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്പൗസ് വിസ ആയത് കാരണമാണ് എനിക്ക് ഇവിടെ വന്നിട്ട് എൻക്ലെക്സ് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. എനിക്ക് IELTS ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ഓൾറെഡി ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറായി. അപ്പോൾ ഞാൻ എൻക്ലെക്സ് പാസ്സായി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തു, എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഞാൻ കയറുമായിരുന്നു. പക്ഷേ വേറൊരു ഞാൻ കുറേ ടൈപ്പ് വിസ ഉണ്ട്. വേറൊരു വിസയിലാണ് വരുന്നെങ്കിൽ, നിങ്ങൾ ഏജൻസി ത്രൂ ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് IELTSഉം എൻക്ലെക്സും ഒക്കെ അവിടുന്ന് പാസ്സായാൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റൽ ഇങ്ങോട്ടേക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്തിട്ട് നിങ്ങൾക്ക് വരാനൊക്കത്തുള്ളൂ. അതായിരുന്നു ഇപ്പോൾ ഇന്നത്തെ മെയിൻ സംഭവം. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻക്ലെക്സിനെ കുറിച്ചുള്ളതും CGFNS പ്രോസസ്സിങ്ങും, ഞാൻ എങ്ങനെയാണ് എൻക്ലെക്സ് പാസ്സായത്, ഏത് സ്റ്റഡി മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസും ഡേ ഇൻ മൈ ലൈഫ് ആസ് എ നേഴ്സ് എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മോർ ഇൻഫർമേഷൻ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യുന്നുണ്ട്. ബാക്കി അല്ലെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ഇൻഫർമേഷൻ നഴ്സിംഗ് US റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ടാറ്റാ ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.